ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ കടം കൊടുക്കുന്ന ആളുകളാണ്. ഞാൻ കടം കൊടുക്കുന്ന കാര്യത്തിൽ വളരെ പിറകിലാണ് കേട്ടോ. എനിക്ക് 100% വിശ്വസ്തത ഇല്ലെങ്കിൽ ഞാൻ കടം കൊടുത്ത് പുലിവാല് പിടിക്കാറില്ല. കടം കൊടുക്കുമ്പോൾ അഥവാ കടം കൊടുത്തില്ലെങ്കിൽ ആ കൊടുക്കാതിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതുള്ളൂ. പക്ഷേ കടം കൊടുത്തിട്ട് തിരികെ കിട്ടേണ്ട ഒരു സമയമാവുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. ഈ വാങ്ങുമ്പോൾ കടം കിട്ടിയ ആളിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷവും ചിരിയും സ്നേഹവും ഒക്കെ ഉണ്ടാകും. പക്ഷേ തിരിച്ചു തരാൻ വൈകുമ്പോഴും നമ്മൾ തിരിച്ച് ചോദിക്കുമ്പോഴും ആ മുഖം കറുത്ത് കരിവാളിക്കുന്നത് നമുക്കറിയാം. എത്രയോ ബന്ധങ്ങൾ ഇല്ലാതായി പോകുന്നത് കടം കൊടുത്തതിൻ്റെ പേരിലാണ്. അപ്പം കടം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു അൺഹാപ്പി ആകുന്നതിനേക്കാളേറെ കടം കൊടുക്കുന്നതിന് മുമ്പ് 100 വട്ടമെങ്കിലും ആലോചിച്ചിട്ട് കൊടുക്കുക. കൊടുക്കാതിരിക്കരുത് എന്ന് ഞാൻ പറയുന്നു എന്ന് കരുതരുത്. കൊടുക്കണം. ആവശ്യക്കാരന് ഞാനും കൊടുക്കാറുണ്ട്. ആവശ്യക്കാർക്ക് കൊടുക്കും. പക്ഷേ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സാഹസമാണത്. എന്തായാലും കടം കൊടുക്കുമ്പോൾ ആ വാങ്ങുന്ന വ്യക്തി നമുക്കൊരു ചെക്ക് തരുന്നു എന്ന് വെക്കുക. എന്തിനാണ് ചെക്ക് തരുന്നത്? നമുക്ക് ഒരു ഉറപ്പിന് വേണ്ടി. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ മാന്യനായ ഒരാളാണെങ്കിൽ ഒരു ചെക്ക് എഴുതി തരും. ഇതിരുന്നോട്ടെ, അങ്ങനെ ഞാൻ വാങ്ങിക്കൊണ്ടുപോകുന്ന ശരിയല്ല, യാതൊരു തെളിവും ഇല്ലാതെ ഞാനൊരു തുക വാങ്ങിക്കൊണ്ടുപോയാൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് ചെക്ക് തരും. ചില ബുദ്ധിമാന്മാരായ ആളുകൾ എന്ത് ചെയ്യും? പണം നേരിട്ടങ്ങോട്ട് കൊടുക്കൂല, മറിച്ച് അങ്ങേർക്ക് ഒരു ചെക്ക് എഴുതി കൊടുക്കും. നമ്മൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാൻ വേണ്ടി ചെക്ക് എഴുതി കൊടുക്കും. ഇല്ലെങ്കിൽ ഡി ഡി കൊടുക്കും. ഡി ഡി എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചെക്ക് തന്നെ എഴുതി കൊടുക്കും. ഇല്ലെങ്കിൽ അയാളെ ബാങ്കിലേക്ക് നമ്മളൊരു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇപ്പം പുതിയ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് കൊടുക്കാൻ, തെളിവിനായി. അങ്ങനെ കൊടുക്കാറുണ്ട് നമ്മൾ. പക്ഷേ ചിലരിപ്പോഴും പണം കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ ചെക്ക് അയാൾ തരുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ആ ചെക്ക് തരും, വെറുതെ ചെക്ക് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ശരിക്കും ഒരു ലീഗലായി തന്നെ കിട്ടിയ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. ഒന്ന്, അയാൾ വീട്ടിൽ നിന്നും എഴുതി കൊണ്ടുവരുന്ന ചെക്ക് നിങ്ങൾ വാങ്ങരുത്. അയാൾ ചെക്ക് ലീഫുമായി നിങ്ങളുടെ അടുത്ത് വന്ന് പണം വാങ്ങുമ്പോൾ അവിടെ വെച്ച് തന്നെ അയാൾ എഴുതി, അയാളെ കൈപ്പടയിൽ തന്നെ എഴുതി ഒപ്പിട്ട് നമുക്ക് തരണം. നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അയാൾ ഒപ്പിടണം. ഇനി അയാളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, നമ്മളോട് പറയുകയാണ് സാർ ഒന്ന് എഴുതിക്കോ, എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, ഒരു കാരണവശാലും അത് എഴുതി കൊടുക്കരുത്. അയാൾ തന്നെ എഴുതണം, അയാളെ കൈപ്പടയിൽ തന്നെ എഴുതണം. പിന്നെ മൂന്നാമതായി അയാളുടെ ഉപയോഗിക്കുന്ന മഷി ഒരേ മഷി തന്നെ ആയിരിക്കണം. ആദ്യം ബ്ലാക്ക് ഇങ്ക്, പിന്നെ ബ്ലൂ ഇങ്ക്, അങ്ങനെയൊന്നും എഴുതണ്ട. ഒരു ഇങ്ക് ഏതാണോ അത് കാരണം പിന്നീട് പല ഈ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം പല കേസുകൾ പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് ഇതിനൊക്കെ തന്നെ നമുക്ക് തീർച്ചയായും നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് പോലും പലപ്പോഴും തർക്ക വിഷയം ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. നെഗോഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പലപ്പോഴും പല കേസുകളിലേക്കും വഴി തെളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് അയാളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുക, നമ്മുടെ മുമ്പിലിരുന്ന് തന്നെ ഒപ്പിടിപ്പിക്കുക. പിന്നെ ചെക്കിൻ്റെ ഡേറ്റ് എങ്ങനെയാണ്? പോസ്റ്റ് ഡേറ്റഡ് ചെക്കായിരിക്കുമല്ലോ തരിക. പിന്നീട് അയാൾ 3 മാസം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞോ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് തരുന്നു. ആ ഡേറ്റ് കൃത്യമായും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ആ ഡേറ്റ് എപ്പോഴാണെങ്കിലും ഇട്ട് നിങ്ങൾ തമ്മിലുള്ള നിബന്ധനകൾ എന്താണോ, ആ എഗ്രിമെൻ്റ് എന്താണോ അത് പ്രകാരമുള്ള ഒരു ഡേറ്റ് 3 മാസമോ 6 മാസമോ കഴിഞ്ഞ് നിങ്ങൾ വാങ്ങിയിരിക്കണം. പക്ഷേ ആ ഡേറ്റ് കഴിഞ്ഞു 90 ദിവസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ബാങ്കിൽ ആ ചെക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ക്ലെയിം ഇല്ല. അത് ഇൻവാലിഡ് ചെക്കായി പോകും, വണ്ടി ചെക്കായി അത് മറങ്ങും. നിങ്ങൾക്ക് കൊടുക്കാനും പറ്റില്ല, ബാങ്ക് വാങ്ങുകയില്ല, സബ്മിഷനിലേക്ക് പോവില്ല. അപ്പോൾ അതുകൊണ്ട് 3 മാസത്തെ ക്രൂഷ്യൽ ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് മനസ്സിലാക്കുക. ഇനി അയാളുടെ ഒപ്പ് അയാൾ തന്നെയാണോ ഒപ്പിട്ടതെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അയാൾ ഒരു കള്ള ഒപ്പ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇടുന്നു. സംശയമുണ്ടെങ്കിൽ അയാളുടെ പ്രമാണത്തിലോ മറ്റോ ഏതെങ്കിലും രേഖകൾ അയാളുടെ കൈവശമുണ്ടെങ്കിൽ അത് വാങ്ങി നിങ്ങൾ ഒപ്പ് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാം. ഇനി അതിന് നിങ്ങൾക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും തൊട്ടടുത്ത ദിവസം തന്നെ അയാൾ ഏത് ബാങ്കിലേക്കാണോ ഈ ചെക്ക് തന്നത് അവിടെ പോയി നിങ്ങൾക്ക് കൗണ്ടർ വെരിഫൈ ചെയ്യാം. ഇത് അയാളെ അക്കൗണ്ട് തന്നെയാണോ, അയാളെ ഒപ്പ് തന്നെയാണോ എന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുകയും ചെയ്യാം. ഇനി അയാൾ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടാണോ ഈ തുക വാങ്ങിച്ചതെന്നും കൂടി അറിയണ്ടേ? അപ്പോൾ അതും നോക്കാം. ആ അക്കൗണ്ടിൽ പണം ഉണ്ടോ? നിലവിൽ നിങ്ങളോട് വാങ്ങുമ്പോൾ അയാൾക്ക് പണമുണ്ടോ? ചില ആളുകൾ സ്വന്തം പണം ബാങ്കിൽ ഇട്ടിട്ട് അതിൻ്റെ പലിശ വാങ്ങുകയും നമ്മളിൽ നിന്ന് കടം വാങ്ങിയിട്ട് വേറെ പലിശയ്ക്ക് കൊടുത്ത് കാശ് വാങ്ങുകയും ചെയ്യുന്ന ചില ഭയങ്കര വിദഗ്ധന്മാരുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ ഞാൻ ചില അനുഭവങ്ങൾ തന്നെ നിങ്ങളോട് കാണിക്കാം. കേസുമായി ബന്ധപ്പെട്ട് വന്ന അനുഭവങ്ങളാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. കാമുകൻ കാമുകിയെ വഞ്ചിച്ചതും കാമുകനെ വഞ്ചിച്ചതും സുഹൃത്തുക്കൾ തമ്മിലുള്ള വഞ്ചനയും ഒക്കെ പറയാം. അധ്യാപകനെ വഞ്ചിച്ച ഒരു സ്റ്റുഡൻറ്റിൻ്റെ
കഥ ഞാൻ പറയാം. എൻ്റെ സുഹൃത്ത് കൂടിയായിരുന്നു, ഇപ്പോഴൊന്നും അല്ല കേട്ടോ. പണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെയുള്ളൊരു വിദഗ്ധൻ ചെയ്തതും ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഒരു എപ്പിസോഡിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം എന്നുള്ളത് മനസ്സിലാക്കി ഇരിക്കുക. ഇനി വേറൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, തുക നമ്മൾ കൊടുക്കുമ്പോൾ ചെക്ക് മാത്രം നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾ എന്തിനാണ് അയാൾക്ക് തുക കൊടുത്തത്? നമുക്കൊരു കേസായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യും? പ്രൂവ് ചെയ്യാൻ നമുക്ക് പറയാം, എങ്കിലും ഒരു കേസിൻ്റെ സ്ഥിതിയിലേക്ക് വന്നാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരമുള്ള ഒരു കേസിലേക്ക് ഇത് ലീഡ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്കൊരു പ്രോമിസറി നോട്ട് കൂടി ഉണ്ടെങ്കിൽ സഹായകരമാകും. അയാളെ കൈപ്പടയിൽ തന്നെ അയാൾ ഒരു പ്രോമിസറി നോട്ട് എഴുതി തരട്ടെ. വെള്ള പേപ്പറിൽ മതി. അതിനകത്ത് നിങ്ങളൊരു 2 രൂപയുടെ റവന്യൂ സ്റ്റാമ്പും കൂടി ഒട്ടിച്ച് അയാളെ കൊണ്ട് തന്നെ ഒപ്പിടിപ്പിച്ച് അയാളെ കൈപ്പടയിൽ എഴുതുക. എന്താണ്, ഞാൻ ഇന്നയാളിൽ നിന്ന് ഇത്ര തുക കൈപ്പറ്റിയിരിക്കുന്നു, അതിന് കടമായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്, അതിന് ഇത്ര പലിശ നിരക്കിലാണ് ഞാനിത് വാങ്ങിയിരിക്കുന്നത്, ആ ചെക്ക് ഇത്രാം തീയതി അദ്ദേഹത്തിന് ഞാൻ നൽകിയിട്ടുണ്ട്, അത് പ്രകാരം അദ്ദേഹത്തിന് ഇത്രാം തീയതി എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആ തുക പിൻവലിക്കുന്നതിന് വേണ്ടി ചെക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നിങ്ങളൊരു സാധാരണ നിലയിലുള്ള പ്രോമിസറി നോട്ട് നിങ്ങൾ തയ്യാറാക്കി ഒപ്പിടിയിപ്പിച്ച് ഈ ചെക്കിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കുന്ന ഏറ്റവും ഉചിതമായിരിക്കും. നാളെ ഒരു കാലത്ത് ഇതിൽ നിന്നും കള്ളം പറഞ്ഞൊന്നും മാറാൻ പറ്റുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇത്രയും കാലം പല കേസുകൾ വന്നിട്ടുള്ളത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾക്കറിയോ? ചെക്ക് ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൽ വന്ന് ഇദ്ദേഹം സൗഹൃദത്തിലിരുന്ന് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് പോയപ്പോൾ, ഇല്ലെങ്കിൽ ഞാനൊന്ന് ബാത്റൂമിലേക്ക് പോയപ്പോൾ ഇദ്ദേഹം ചെക്ക് ലീഫ് മോഷ്ടിച്ചെടുത്തു, ഇദ്ദേഹം എൻ്റെ കള്ള ഒപ്പിട്ട് ഇദ്ദേഹം സബ്മിറ്റ് ചെയ്തതാണ്. ഇയാൾ ഇത് തുകയൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇദ്ദേഹം തുക വാങ്ങിയിട്ടുണ്ട് എന്നാൽ നമുക്ക് വ്യക്തമായ തെളിവ് പ്രോമിസറി നോട്ടാണ്. ഇദ്ദേഹം കടമായി വാങ്ങിയപ്പോൾ ഇത്രാം തീയതിയാണ്, അതിന് ഇത്ര ശതമാനം പലിശ തരാമെന്നും പറഞ്ഞു. അതുകൂടെ പലിശ കൂടെ എഴുതിക്കൊള്ളണം. കാരണം തുക വാങ്ങുന്നെങ്കിൽ അതിന് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മീഡിയം വേണമല്ലോ. കടം നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും പലിശയ്ക്ക് കൊടുക്കുന്നു, അപ്പോൾ പലിശ വാങ്ങുന്നതിന് അധികാരമുണ്ടല്ലോ, പലിശയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്തുന്നു എന്നൊക്കെ വരണം. പ്രോമിസറി നോട്ട് കുറച്ചുകൂടെ ബെറ്ററാണ് എന്ന് പറഞ്ഞ് എല്ലാവരും പ്രോമിസറി നോട്ട് എഴുതി വെക്കണമെന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴാണ് നമുക്കിതൊക്കെ അനിവാര്യമായി വരുന്നതെന്ന് ആലോചിച്ചിരിക്കുക. പക്ഷേ എന്ത് വന്നാലും ശരി, ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഒരു ചെക്ക് വാങ്ങിയിട്ട് വേണം നിങ്ങൾ കാശ് കടം കൊടുക്കാൻ. ഒരു എവിഡൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടാകണം. ഈ ചെക്ക് നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. ഇത് എന്തെങ്കിലും തരത്തിൽ ചെക്കിന് കേടുപാട് വന്നാലൊന്നും പ്രധാനപ്പെട്ട രേഖകളൊക്കെ മാഞ്ഞു പോയാൽ ബാങ്ക് സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ മറന്നു പോകരുത്. അത് എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നീട് ചെക്ക് തപ്പി നടക്കാനൊന്നും പോകരുത്. സമയം കഴിയുമ്പോൾ ചെക്ക് തപ്പി നടക്കാൻ ഉണ്ടാകുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ്. ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ അയാൾക്ക് പൈസ തന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ആ ചെക്കിൽ പറയുന്ന ഡേറ്റിൽ തന്നില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ഈ 3 മാസം വരെ നിങ്ങൾക്ക് സമയമുണ്ട്, അതിനുള്ളിൽ വീണ്ടും തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ആ ചെക്കും ആ പ്രോമിസറി നോട്ടുണ്ടെങ്കിൽ അതും മാറ്റി പുതിയത് നിങ്ങൾ എഴുതി വാങ്ങാൻ മറന്നു പോകരുത്. അത് ഈ ചെക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് ഇരുന്ന് കളയരുത്. അതും കൂടി നിങ്ങൾ ചെയ്തേക്കണം. എന്തായാലും ഇത്തരം വിവരങ്ങളെല്ലാം ഇനിയും വരുന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി.